ജനങ്ങളിൽ ശാസ്ത്രാവബോധം വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ തുടർ പഠനങ്ങൾ നടത്തുന്നതിനുമാണ് 2001 നയനാർ സർക്കാരിന്റെ കാലത്ത് കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ രൂപീകൃതമാവുന്നത്. കൗൺസിലിന് ലഭിക്കുന്ന ലക്ഷങ്ങളുടെ ഗ്രാന്റ് കൈകാര്യം ചെയ്യുന്നതിലും പദ്ധതി നടത്തിപ്പിലും അടക്കം വൻ ക്രമക്കേടും അഴിമതിയും നടക്കുന്നതായിട്ടാണ് ഓഡിറ്റ് ജനറലുടെ കണ്ടെത്തൽ. KCHR ഡയറക്ടർ ഡോക്ടർ PJ ചെറിയാനെ നേരിട്ട് പരാമർശിച്ചുകൊണ്ടുള്ള കണ്ടെത്തലുകളാണ് 2007 മുതലുള്ള ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. സർക്കാരിന്റെ അനുമതിയില്ലാതെ ഡയറക്ടർ 6 തവണ വിദേശയാത്ര നടത്തിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. സർക്കാർ ഗ്രാന്റായി ലഭിക്കുന്ന തുക ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്നിരിക്കെ ചട്ടം മറികടന്ന് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചു. അനുമതിയില്ലാതെ സ്ഥലവും കെട്ടിടവും വാങ്ങിയതടക്കമുള്ള നിരവധി കണ്ടെത്തലുകളും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. സാംസ്കാരിക വകുപ്പിന് കീഴിലായിരുന്ന സ്ഥാപനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലേക്ക് മാറ്റിയത് ഡയറക്ടർക്ക് UGC ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയായിരുന്നുവെന്നും ആരോപണമുണ്ട്. KCHRന്റെ ബൈലോ ഭേദഗതി ചെയ്തതെന്ന് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ് ഡയറക്ടർക്കെതിരെയുള്ള മറ്റൊരു ആരോപണം. 16 വർഷമായി ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ഭരണസമിതി പുനഃസംഘടിപ്പിച്ചിട്ടില്ല. നിലവിലുള്ള ബൈലോ പ്രകാരം എക്സിക്യൂട്ടീവ് കൗൺസിൽ വിളിച്ചു ചേർക്കുന്നില്ലെന്നും പരാതിയുണ്ട്. മാത്രമല്ല KCHRൽ സർക്കാരിനുള്ള നിയന്ത്രണാധികാരം നഷ്ടപ്പെടും വിധമാണ് ഇപ്പോഴുള്ള ബൈലോ ഭേദഗതി നീക്കമെന്നും ആരോപണമുണ്ട്. 2007 മുതൽ പുറത്തുവരുന്ന AGയുടെ റിപ്പോർട്ടുകളിൽ കൗൺസിലിലെ അഴിമതിയെക്കുറിച്ചും ക്രമക്കേടുകളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ അക്കമിട്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ട് കൂടിയാണ് കൗൺസിലിന്റെ ഭരണ സംവിധാനം എന്നുകൂടി വ്യക്തമായിട്ടും സർക്കാരുകൾ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 18.